السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിശുദ്ധ റമദാനിൽ അവശേഷിക്കുന്ന ദിനരാത്രങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള ഈമാനികമായ ഊർജവും ആവേശവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ സുപ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇബാദത്ത് എന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായി മനുഷ്യ സമൂഹത്തെ സംവിധാനിച്ചത് അവന് ഇബാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചത് അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരു വശത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വിഷയത്തിന്റെ തലക്കെട്ട് അർക്കാനുൽ ഇബാദ എന്ന് നൽകണമെന്ന് ഞാൻ ഉണർത്തിയത്. അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ റുക്കുനുകൾ. റുക്ന് എന്ന അറബി ഭാഷയിൽ റുക്ന് എന്ന് ഉപയോഗിക്കുന്നത് തൂണ് എന്ന അർത്ഥത്തിലാണ്. അർക്കാൻ എന്ന് പറഞ്ഞാൽ തൂണുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ തൂണുകൾ. നമുക്കറിയാം, ഒരു കെട്ടിടം നിലനിൽക്കണമെങ്കിൽ ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന തൂണുകൾ ഉണ്ടാവും. ആ തൂണുകളിൽ ഏതെങ്കിലും ഒന്നിന് ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. എന്നതുപോലെ ഇബാദത്തിന്
വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അഖീദയുടെ ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിശ്ചയിച്ചിരിക്കുന്ന ചില തൂണുകളുണ്ട്. ആ തൂണുകൾ 3 എണ്ണമാണ്. ആ 3 തൂണുകളിലും അതിശക്തമായി നിലനിൽക്കേണ്ടുന്ന ഒന്നാണ് ഇബാദത്ത് എന്നത്. ആ 3 തൂണുകൾ കൂടി ഒരേ നിലവാരത്തിൽ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ഇബാദത്ത് സമ്പൂർണമാവുക. ഇന്ന് ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരു തർക്കത്തിനും ഇടയില്ലാത്ത ഒരു കാര്യമാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ഇബാദത്ത് നിർവഹിക്കാൻ പാടുള്ളൂ. ഒരു തർക്കവും ഒരാൾക്കും ഈ വിഷയത്തിലില്ല. എന്നാൽ അതേസമയം ഇബാദത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഒട്ടനവധി തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ പേരിൽ തർക്ക വിതർക്കങ്ങൾ, പരസ്പരം അകലുകൾ, പരസ്പരം തെറ്റിപ്പിരിയലുകൾ എല്ലാം നടക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഈ വിഷയകമായി രചിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇബാദത്തിന്റെ ഈ 3 തൂണുകളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നിർബന്ധമായും നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല, പരിമിതമായ സമയമാണ് എന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ പ്രസക്തമായ വാചകങ്ങളിലൂടെ പരിമിതപ്പെടുത്തി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 3 തൂണുകൾ എന്ന് പറയുന്നത്? അഖീദയുടെ ഉലമാക്കൾ വിശദീകരിച്ചു. അതിലൊന്നാമത്തേത് അൽ മഹബ്ബത്തു വത്തഅദീം എന്നാണ് അറബി ഭാഷയിൽ. എന്ന് വെച്ചാൽ ഇഷ്ടവും ആദരവും. രണ്ടാമത്തേത് അർ റജാ എന്നാണ്, പ്രതീക്ഷ എന്നർത്ഥം. മൂന്നാമത്തേത് അൽ ഖൗഫ്, ഭയം എന്നർത്ഥം. അപ്പൊ ഇഷ്ടവും ആദരവും പ്രതീക്ഷയും ഭയപ്പാടും, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്തിന്റെ 3 തൂണുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചു, ഒരാളുടെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കുന്ന, അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തായി മാറണമെങ്കിൽ ഈ 3ഉം അതിലടങ്ങിയിരിക്കണം. ഈ 3ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്തായി മാറുകയില്ല. മൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വഹദ, ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, മഹബ്ബത്ത്, ആ മഹബ്ബത്ത് മാത്രം ഉണ്ടായി, എന്നാൽ അയാൾക്ക് റജാ ഉണ്ടായില്ല, അയാൾക്ക് ഖൗഫ് ഉണ്ടായില്ല. അങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തതെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു ഫഹുവ സിന്ദീഖുൻ, അവൻ നിരീശ്വരവാദിയാണ്, മതഭ്രഷ്ടനാണ് എന്നാണ് അയാളെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി. അതേപോലെ തന്നെ അവൻ അബദഹു ബിർ റജാ വഹദ, ഒരാളെ റജാവ് കൊണ്ട്, പ്രതീക്ഷ കൊണ്ട് മാത്രം, അള്ളാഹിനെ കുറിച്ച് നല്ല പ്രതീക്ഷ, എന്നെ അള്ളാഹു കൈവടികയില്ല, എനിക്ക് അള്ളാഹു സ്വർഗം നൽകും, എന്നെ പരലോകത്ത് അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള പടച്ചവനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രം, എന്നാൽ മഹബ്ബത്തില്ല, ഖൗഫ് ഇല്ല. ഈ 3 പദങ്ങളുടെയും അർത്ഥം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ സഹായകമാവും. അങ്ങനെ റജാവോടുകൂടി മാത്രമാണ്, പടച്ചോനെ കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടി മാത്രമാണ് ഒരാൾ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ഫഹുവ മുർജിഉൻ, അവൻ മുർജിയ വിഭാഗത്തിൽപ്പെട്ടവരാകുന്നു. പ്രവാചക കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാന കാലങ്ങളിൽ ഇസ്ലാമിലുണ്ടായ പിഴച്ച കക്ഷികളിൽ ഒരു വിഭാഗമാണ് മുർജിആക്കൾ എന്ന് പറയുന്നത്. വീണ്ടും ഉലമാക്കൾ വിശദീകരിച്ചു, വമൻ അബദഹു ബിൽ ഖൗഫി വഹദ,
ഒരാൾ അള്ളാഹിനെ പേടിക്കുന്നുണ്ട്, പടച്ചോനെ പേടിക്കുന്നുണ്ട്, പക്ഷെ പടച്ചോനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടമില്ല, എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട്. അങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എങ്കിൽ അവൻ മുഅ്തസില വിഭാഗത്തിൽപ്പെട്ടവനാകുന്നു. എന്നാൽ ഈ മൂന്ന് വിശേഷണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അവനാണ് മുവഹിദായ ഏകദൈവ ആരാധകനായ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അപ്പൊ ഒറ്റവാചകത്തിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനായി മുവഹിദായി പടച്ചവനെ കണ്ട് മുട്ടണമെങ്കിൽ നമ്മുടെ ആരാധനകളിൽ ഈ മൂന്ന് വിശേഷണങ്ങളും ഉണ്ടായിരിക്കണം. ഇത് മൂന്നും നമ്മുടെ മനസ്സും ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മൂന്ന് സ്വഭാവങ്ങളാണ്, മൂന്ന് വൈകാരിക തലങ്ങളാണ്, മൂന്ന് വിശേഷണങ്ങളാണ്. എന്താ ഈ മൂന്നിന്റെയും ആകത്തുക എന്ന് പറയുന്നത്? നമ്മെ ഒരു കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, ഒരു കാര്യത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ആവേശം നൽകുന്നത്, ഒരു കാര്യത്തെ നാം കൂടുതൽ സൂക്ഷ്മതയോടുകൂടി സമീപിക്കുന്നതിന് നമുക്ക് സഹായകമാകുന്നത് ഈ മൂന്ന് സ്വഭാവങ്ങളാണ്, ഈ മൂന്ന് വിശേഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ സമ്പൂർണമാകുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് സമ്പൂർണമായി എന്ന് മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമത്തേത് മഹബ്ബത്ത് വ തഅ്ലീം, പടച്ചവനോടുള്ള ഇഷ്ടം. മഹബ്ബത്ത് എന്നത് ഈ മൂന്ന് കാര്യങ്ങളും, സമയം ചുരുക്കാൻ വേണ്ടി ഒന്ന് ഒരുമിച്ച് പറയട്ടെ, ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒന്നിലധികം തലങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരു തുബിഈയായ പ്രകൃതിപരമായ ചില വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ ഇഷ്ടം, പ്രതീക്ഷ, ഭയം, അതിനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞു മനുഷ്യന് തുബിഈയായ ഒരു ഇഷ്ടമുണ്ടാകും. മനുഷ്യന്റെ സഹജീവികളോടുള്ള ഇഷ്ടം, ഭാര്യ, മക്കൾ, ഭർത്താവ്, സഹോദരങ്ങള്, മനുഷ്യര്, ഇഷ്ടപ്പെട്ടവര്, അവരോടുള്ള ഇഷ്ടം, അവൻ വളർത്തുന്ന മൃഗങ്ങള്, അവന്റെ വാഹനം, അവന്റെ കൃഷി, അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളോടുള്ള ഇഷ്ടം. എന്നതുപോലെ തന്നെ പ്രതീക്ഷ. ഒരു പിതാവിന് മക്കളിൽ നിന്ന് മക്കളെ കുറിച്ച് പ്രതീക്ഷയുണ്ടാകും, മക്കൾക്ക് പിതാക്കളെ കുറിച്ച് പ്രതീക്ഷയുണ്ടാകും, അധ്യാപകന് ശിഷ്യന്മാരെ കുറിച്ച്, വിദ്യാർത്ഥികൾക്ക് അധ്യാപകനെ കുറിച്ച് പ്രതീക്ഷയുണ്ടാകും. അങ്ങനെ ഭൗതികമായിട്ടുള്ള കച്ചവടത്തെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകും, കൃഷിയെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകും. ഇങ്ങനെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധത്തിൽ, നേർക്ക് നേരെ അറിയാവുന്ന വിധത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാകും. ഭയവും അതുപോലെ തന്നെ. മനുഷ്യൻ മക്കൾ പിതാക്കളെ പേടിക്കും, ഇഴജന്തുക്കളെ പേടിക്കും, വന്യമൃഗങ്ങളെ പേടിക്കും, സൈന്യത്തെ പേടിക്കും, ഭരണാധികാരിയെ പേടിക്കും. ഇങ്ങനെ ഭയപ്പെടുന്ന പലതും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഉലമാക്കൾ പറഞ്ഞത് ഇത് തബീഈയായ മനുഷ്യന്റെ പ്രകൃതിപരമായിട്ടുള്ള വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളെ അല്ല ഉലമാക്കൾ ഇബാദത്തുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ളത്. ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ റുക്കുനുകൾ എന്ന് പറയുന്നത് ഈ നിലക്കുള്ള ഭൗതികമായ ഈ വൈകാരിക തലങ്ങളെ കുറിച്ചല്ല, നേരെ മറിച്ച് എങ്ങനെയെന്ന് കരസ്ഥമാക്കുക എന്ന് നമുക്കറിയാൻ പറ്റാത്ത മാർഗത്തിലൂടെയുള്ള ഇഷ്ടം, മാർഗം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ഭാര്യയെ ഇഷ്ടപ്പെടുന്നത് പോലെയാണോ? ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് പോലെയാണോ? മക്കളെ ഇഷ്ടപ്പെടുന്നത് പോലെയാണോ? അല്ല, അതെല്ലാം ചില കാര്യകാരണ ബന്ധങ്ങൾക്ക് അധിഷ്ഠിതമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അറ്റമില്ലാതെ, യാതൊരു പരിമിതിയുമില്ലാതെ അങ്ങേയറ്റം ഞാനും നിങ്ങളും ഇഷ്ടപ്പെടേണ്ടത് റബ്ബിനെയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അക്കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിച്ചു. ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിച്ചു. മൂന്ന് കാര്യങ്ങൾ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? റസൂലുള്ളാഹി വിശദീകരിച്ചു, മൻ കാന അല്ലാഹു വറസൂലുഹു
അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റെന്തിനേക്കാളും ഒരാൾ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരിക്കുക. ആ ഒരു തലത്തിലേക്ക് ഒരാൾ ഉയരാൻ കഴിഞ്ഞാൽ അയാളെ പ്രവർത്തിക്കാൻ എന്ത് കാര്യവും പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും എന്ത് കാര്യവും ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും അള്ളാഹുവിനോടുള്ള ഈ ഇഷ്ടമായിരിക്കും. അതിരുകളില്ലാത്ത ഇഷ്ടം. അവനെ നമസ്കരിക്കാൻ, അവനെ നോമ്പ് നോൽക്കാൻ, ഏത് പ്രയാസപ്പെട്ട ഘട്ടത്തിലും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അവനെ നോമ്പ് നോൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പടച്ചവനോടുള്ള ഇഷ്ടമായിരിക്കും. സുഖകരമായ ഉറക്കിനിടയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ, ഉറക്കത്തെക്കാളും ഉത്തമം നമസ്കാരമാണ് എന്ന് കേൾക്കുമ്പോൾ പടച്ചവനോടുള്ള ഇഷ്ടം അവന്റെ കിടപ്പിൽ നിന്നും അവനെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് എത്താൻ അവനെ പ്രേരിപ്പിക്കും. ഇങ്ങനെ അവന്റെ ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകൾക്കും അവനെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഇഷ്ടമായിരിക്കും. ആ ഒരു ഇഷ്ടം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഈമാനിന്റെ മധുരം അയാൾക്ക് അനുഭവിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഇഷ്ടത്തിന്റെ മറ്റ് രണ്ടാമത്തെ വശം, അവൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി അസ്സ വജല്ല. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നതും പടച്ചവനോടുള്ള ഇഷ്ടമാണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഒരാൾ തന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. പിതാവ് മക്കളെ, മക്കൾ പിതാവിനെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്തരം ഇഷ്ടങ്ങൾ ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് അവന്റെ മഹബ്ബത്ത് വളരുമ്പോ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ومن يكره أن يعود إلى الكفر بعد إذا أنقذه الله منه كما يكره أن يلقى في النار. ഒരാൾ മറ്റൊരാളോട് വെറുപ്പ് ഉണ്ടാവാനുള്ള കാരണം, മറ്റൊരാളെ വെറുക്കാനുള്ള കാരണം അത് പടച്ചവനോടുള്ള ഇഷ്ടം. അതെത്രത്തോളം അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വീണ്ടും ആ നരകത്തിലേക്ക് അവന് എറിയപ്പെടുന്നത് എത്രത്തോളം അവൻ വെറുക്കുന്നുവോ എന്നതുപോലെ സത്യനിഷേധത്തോട്, കുഫ്റിനോട് അവന് വെറുപ്പുണ്ടാവുക. അപ്പൊ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, നമസ്കാരം ഉപേക്ഷിക്കുന്നത്, നമസ്കാരം ഇസ്ലാം നിർബന്ധമാക്കിയതല്ല എന്ന നിലവാരത്തിലേക്ക് എത്തുന്നത്, അള്ളാഹു ഇല്ല എന്ന നിലവാരത്തിലേക്ക് എത്തുന്നത്, അവനെ തീരേക്ക് അവനെ വലിച്ചെറിയുന്നത് എത്രമാത്രം വെറുക്കുന്നുവോ അതുപോലെ വെറുക്കുന്ന നിലവാരത്തിലേക്ക് അവനെത്തുമ്പോൾ അവന്റെ പടച്ചവനുള്ള മഹബ്ബത്ത് അവന് പൂർത്തിയാകും. 3 കാര്യങ്ങൾ. അപ്പോഴാ മഹബ്ബത്ത് പൂർത്തിയാവാം. ഒന്ന്, പടച്ചവനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവന് പ്രചോദനമേകും. രണ്ടാമത്തേത്, അവന്റെ ഇതര സൃഷ്ടികളോട്, സഹജീവികളോട് അവൻ ഇഷ്ടമുണ്ടാവാനുള്ള കാരണം പടച്ചവന് വേണ്ടിയുള്ളതായിരിക്കും. മൂന്നാമത്തേത്, അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളോട് അവനുണ്ടായിരിക്കുന്ന മാനസികാവസ്ഥ പടച്ചവനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് അവൻ പോവുകയില്ല. പോകുന്നുവെങ്കിൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെയുള്ള വെറുപ്പായിരിക്കും അതിനോട് അവനുണ്ടാവുക. ഈ 3 കാര്യങ്ങൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് മഹബ്ബത്ത് എന്നത് സമ്പൂർണമാവുക. ഇത് 3 ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഞാനായിരിക്കണം നിങ്ങൾക്ക്, നിങ്ങളെക്കാളും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് ഞാനായിരിക്കണം. റസൂലുള്ളാഹിയെ പോലും ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്, ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയായിരിക്കണം എന്നതാണ് ഇസ്ലാമിലെ
വിശ്വാസത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കേണ്ടത്? നബിയെ പറയുക, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ, പടച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം, പ്രവാചകരെ നിങ്ങൾ പിൻപറ്റണം. അപ്പോഴാ മഹബ്ബത്ത് പൂർണ്ണമാവുക. ഏത് വിഷയത്തിലും, നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിലും പ്രവാചകനെ പിൻപറ്റുക എന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. ആ പടച്ചവന്റെ ഇഷ്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമോ എങ്കിൽ പ്രവാചകനെ പിൻപറ്റണം. പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് സമ്പൂർണമാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസൃതമായിരിക്കണം. അതിനെതിരെ വരുമ്പോ ഒരു തടസ്സവും പടച്ചവനോടുള്ള ഇഷ്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മളെ മക്കളോടുള്ള ഇഷ്ടം, സമ്പത്തിനോടുള്ള ഇഷ്ടം, ഇതര ജനങ്ങളോടുള്ള ഇഷ്ടം, അതേപോലെ തന്നെ നാം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന, കൂമ്പാരമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സമ്പത്തിനോട്, കച്ചവടത്തോട്, കുടുംബത്തോട്, ഇതൊന്നും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അള്ളാഹിനോടുള്ള ഇഷ്ടം, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം, അത് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും തടസ്സമാവാൻ പാടുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ജീവിതത്തിൽ ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്ത് അത് സമ്പൂർണമാവണം. ഇനി ഈ മഹബ്ബത്ത് സ്വല്പം വ്യതിചലിച്ചു കഴിഞ്ഞാൽ, പടച്ചോനോടുള്ള ഈ ഇഷ്ടം ഒന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ മറ്റൊന്നിലേക്ക് പോകും. അതേതിലാക്കാ പോകുന്നത്? അത് ശിർക്കിലേക്കാണ് എത്തിപ്പെടുക. അള്ളാഹുവിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് വഴിതെറ്റിപ്പോയാൽ, എന്താ പടച്ചവനോടുള്ള ഇഷ്ടത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിനെ ഞാനും നിങ്ങളും കാണുന്നില്ല, അള്ളാഹുവിനെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധ്യമല്ല. അള്ളാഹു നമ്മളെ കാണുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലെ, മക്കയിലെ സഹാബത്തും പ്രവാചകനും ഇരിക്കുന്ന സദസ്സിലേക്ക് വരുന്നു. ശുഭ്രവസ്ത്രധാരിയായിക്കൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, യാത്രയുടെ യാതൊരുവിധ അടയാളവുമില്ല, പൊടിപടലങ്ങൾ ശരീരത്തിൽ എവിടെയുമില്ല, മുടിയൊന്നും ജടകുത്തിയിട്ടില്ല. എന്നാൽ ആ വന്ന മനുഷ്യനെ കുറിച്ച് ആർക്കും പരിചയവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം ഇരിക്കുന്ന സദസ്സ് ആഗതനെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരാൾക്കും പരിചയമില്ല, ആരും അതുവരെ കണ്ടിട്ടുമില്ല. പ്രവാചക സദസ്സിലേക്ക് വന്ന് പ്രവാചകന്റെ അടുക്കൽ തൊട്ട് ഇരുന്ന് രണ്ട് കാൽമുട്ടുകളും പ്രവാചകന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതാനും ചില ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യത്തെ കുറിച്ച് റസൂലുള്ളാഹി 6 എണ്ണം എണ്ണി പറഞ്ഞു. അടുത്ത ചോദ്യം ഇസ്ലാമിനെ കുറിച്ച് റസൂലുള്ളാഹി 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ചില റിപ്പോർട്ടിൽ ആദ്യം ഇസ്ലാം കാര്യത്തെ കുറിച്ചും പിന്നെ ഈമാൻ കാര്യത്തെ കുറിച്ചും എന്നും വന്നിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം യാ മുഹമ്മദ് വമൽ ഇഹ്സാൻ, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ഈ ഒരു വിധത്തിലുള്ള ഇബാദത്തിന് എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് പ്രചോദനമാവേണ്ടത് പടച്ചവനെ കുറിച്ചുള്ള ഇഷ്ടമാണ്. അതാണ് എന്നെയും നിങ്ങളെയും നയിക്കുന്നത്. ഇസ്ലാമിന്റെ എല്ലാ ഷിആറുകളും, ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ കിടത്തത്തിൽ, നമ്മുടെ എല്ലാ ചലനങ്ങളിലും, ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ 8 അവയവങ്ങൾ, 8 അവയവങ്ങൾ, അതിന് മാത്രമേ അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളൂ. ആ സ്വാതന്ത്ര്യമാകട്ടെ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമാണ്. പരിമിതമായ സ്വാതന്ത്ര്യം.
എന്റെ ഹൃദയം പ്രവർത്തിക്കുന്നത് എന്റെ ഇഷ്ടത്തിലല്ല, എന്റെ നിയന്ത്രണത്തിലല്ല. എന്റെ ഞരമ്പുകളിലൂടെ രക്തം സഞ്ചരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല. എന്റെ കിഡ്നി പ്രവർത്തിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല. അല്ല, അതൊന്നുമല്ല. നേരെ മറിച്ച് പരിമിതമായ 8 അവയവങ്ങൾ, വളരെ പരിമിതമായ ചെറിയ ചില വശത്തിൽ മാത്രം എനിക്കൊരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം മാത്രമാണ് എന്റെ പ്രവർത്തനങ്ങൾ. ആ നിയന്ത്രണമുള്ള കാര്യങ്ങളെ പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനായി മാറുന്നത്. ഏതാണ് ആ 8 കാര്യങ്ങൾ? ഒന്ന്, എന്റെ 2 കണ്ണുകൾ. ആ 2 കണ്ണുകൾ കൊണ്ട് എനിക്കുള്ള നിയന്ത്രണം എന്താ? അതിന്റെ കാഴ്ച ശക്തി എന്റെ നിയന്ത്രണത്തിലാണോ? അല്ല, ഒരിക്കലുമല്ല. അതിന്റെ കാഴ്ചയുടെ ദൂരം അത് എന്റെ നിയന്ത്രണത്തിലാണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെ എന്താ എനിക്കതിനുള്ള നിയന്ത്രണം? എനിക്ക് എന്റെ കാഴ്ചയെ 2 വിധത്തിൽ ഉപയോഗപ്പെടുത്താം. ഏതാണ് ആ 2 വിധം? ഒന്ന്, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മാർഗത്തിൽ എനിക്ക് അത്തരം കാര്യങ്ങൾ കാണാം. രണ്ടാമത്തേത്, അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് എന്റെ കണ്ണുകളെ എനിക്ക് ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞു. അതിനപ്പുറം എന്റെ കണ്ണിന്റെ എന്ത് നിയന്ത്രണമാ എനിക്കുള്ളത്? ഒരു നിയന്ത്രണവും എനിക്കില്ല. ഇനി ആ 2 കണ്ണുകൾ, 2 കാതുകൾ അതേപോലെ തന്നെ, 2 കൈകൾ അപ്രകാരം തന്നെ, 2 കാലുകൾ ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. എന്റെ ജനനേന്ദ്രിയം അതും അപ്രകാരം. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം അതും അപ്രകാരം. എനിക്ക് സംസാര ശേഷി, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കാം, അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എനിക്ക് സംസാരിക്കാം. അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിലേക്ക് നോക്കാം, നോക്കാതിരിക്കാം. സഞ്ചരിക്കാം, സഞ്ചരിക്കാതിരിക്കാം. ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്റെ ജനനേന്ദ്രിയത്തെ അള്ളാഹ് അനുവദിച്ച ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കാം, ഹറാമായ മാർഗത്തിൽ ഉപയോഗിക്കാം. എട്ടാമത്തേത് എന്റെ ഹൃദയം. അതുകൊണ്ട് എനിക്ക് നല്ലത് ചിന്തിക്കാം, ചീത്തയും ചിന്തിക്കാം. ഇനി ഒന്ന് പരിശോധിച്ചു നോക്കുന്നു. ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ സ്വന്തം ശരീരത്തിൽ ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ 8 അവയവങ്ങളിൽ അപ്പുറത്ത് 9ാമത്തെ ഒരു അവയവം എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന, ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു അവയവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് ഇല്ല എന്നതാണ് വസ്തുത. ഇനി സഹോദരങ്ങളെ ചിന്തിക്കുക. ഈ 8 അവയവങ്ങളെ ഇബാദത്തിന്റെ റുക്നിൽപ്പെട്ട 3 റുക്നുകളും ഉൾക്കൊള്ളിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ എന്ന വിശേഷണത്തിന്റെ ഉറ്റുന്നതമായ ആ നിലവാരത്തിലേക്ക് മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്ഥാനം താഴുകയും ചെയ്യും. അപ്പോൾ മഹബ്ബത്ത് എന്നത് പടച്ചോന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. ആ ഇഷ്ടം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങളെ സമീപിക്കുന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്തായി. എന്നാൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യത്തിലേക്ക് ആ ഇഷ്ടം നയിച്ചു കഴിഞ്ഞാൽ, ആ ഇഷ്ടം എത്തിപ്പെട്ടാൽ അത് ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന രംഗങ്ങളുണ്ട്, ഹറാമുകളിലേക്ക് എത്തിപ്പെടുന്ന രംഗങ്ങളുമുണ്ട്. അത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടുന്ന, പടച്ചവനോട് മാത്രം ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ അള്ളാഹ് അല്ലാത്തവരിലേക്ക് നിർവഹിക്കുന്ന ഘട്ടം വന്നാൽ, അതിനുള്ള ഇഷ്ടം അവന്റെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശിർക്കായി മാറി. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, എന്നാൽ ലാത്തക്കയോടും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ഉസ്സയോടും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, മനാത്തയോടും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തോടും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ഇസ്മായിൽ നബിയുടെ വിഗ്രഹത്തോടും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന് പുറമെ സഹായികളെ സ്വീകരിക്കുന്നവരാണ്. യുഹിബ്ബൂനഹും, ഈ സമന്മാരെ, സഹായികളെ അവർ ഇഷ്ടപ്പെടുന്നു. കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ അള്ളാഹുവിന് പുറമെ വെച്ച സമന്മാരെയും അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വിശ്വാസികൾ, വല്ലദീന ആമനു, വിശ്വാസികളാവട്ടെ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് ഏറ്റവും ഇഷ്ടം പടച്ചവനായിരിക്കും, അള്ളാഹുവിനോടായിരിക്കും. അപ്പൊ പടച്ചവനോട് ഉള്ള ഇഷ്ടം,
അള്ളാഹുവിനോടുള്ള സ്നേഹം അത് വഴിമാറിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ബന്ധമുള്ള രക്തബന്ധത്തിലോ അല്ലാത്തതോ ആയ ബന്ധമുള്ളവരോടുള്ള സ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകൃതിപരമായ സ്നേഹമാണ്. അത് ഇസ്ലാം അനുവദിച്ചതാണ്. ആ സ്നേഹം പോലും പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാക്കണം എന്നതാണ് ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും, മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ഷേഖുമാരെ, തങ്ങന്മാരെ, ബീവിമാരെ, അവരെ ഒന്നും ഇവരെ കണ്ടിട്ടില്ല, ഇവരെ കുറിച്ചൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ മഹാന്മാരൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നു. എന്താ ഇഷ്ടപ്പെടാനുള്ള പ്രേരണ? എന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? അവരോടുള്ള ഇഷ്ടത്തിന്റെ കാരണം അവരിൽ നിന്ന് ഈ ഇബാദത്തിന്റെ തൂണുകളായ രണ്ടാമത്തെയും മൂന്നാമത്തെയുമുള്ള വികാരങ്ങൾ ഉണ്ടല്ലോ, ആ വികാരങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായി വരുന്നു. മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരായ ആളുകൾ, മുഹ്യിദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, മമ്പുറം തങ്ങളെ, അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ, ആ ആളുകളെ കുറിച്ച് ഈ സമൂഹത്തിൽപ്പെട്ട പലർക്കും ഇഷ്ടമാണ്. എങ്ങനെയാണ് ആ ഇഷ്ടമുണ്ടാകുന്നത്? അവരിൽ നിന്ന് ലഭിക്കും എന്നുള്ള ചില പ്രതീക്ഷകൾ, അവരെ കുറിച്ചുള്ള ചില ഭയപ്പാടുകൾ. അവിടെയാണ് ഇബാദത്തിന്റെ റുക്നുകളിൽപ്പെട്ട രണ്ടാമത്തേതും മൂന്നാമത്തേതും കടന്നു വരുന്നത്. റജാ എന്നതും ഖൗഫ് എന്നതുമുള്ള രണ്ട് വൈകാരിക തലങ്ങൾ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും കാണേണ്ടതുണ്ട്. പലർക്കും പേടിയാണ്. എന്താണ് പേടി? മഹാന്മാരെ കുറിച്ച് കുറ്റം പറഞ്ഞു. എന്താ കുറ്റം പറഞ്ഞത്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയില്ല, അവർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടില്ല, നമ്മുടെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് അറിയാൻ അവർക്ക് സാധ്യമല്ല, നമ്മൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല, കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും അവർക്കതിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. ഇത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ പറയുമ്പോഴേക്കിനും ഇത് പറയുന്നവരെ കുറിച്ച് ചില ആളുകളുടെ മനസ്സിൽ വരുന്ന ചില വിശ്വാസമുണ്ട്. ഈ മഹാന്മാരെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവരുടെ കുരുത്തക്കേട് തട്ടും, അവരുടെ കുരുത്തക്കേട് തട്ടും, അവരിൽ നിന്ന് കുരുത്തക്കേട് തട്ടും എന്നുള്ളൊരു ഭയം, എന്നുള്ളൊരു പേടി. എങ്ങനെ പേടിക്കുന്നത്? അത് പാമ്പിനെ പേടിക്കുന്നത് പോലെയാണോ? വന്യമൃഗങ്ങളെ പേടിക്കുന്നത് പോലെയാണോ? പോലീസുകാരനെ പേടിക്കുന്നത് പോലെയാണോ? സൈന്യത്തെ പേടിക്കുന്നത് പോലെയാണോ? അല്ല. എങ്ങനെയാണ് വരിക? എങ്ങനെയാണ് കുരുത്തക്കേട് തട്ടുക? എങ്ങനെയാണ് ഉപദ്രവേൽക്കുക? അറിഞ്ഞുകൂടാ. എന്നാലും അവരെ കുറിച്ചുള്ള ഒരു പേടി വരുന്നു. യഥാർത്ഥത്തിൽ കാരണമറിയാതെയുള്ള ഭയം. എങ്ങനെയാണ് ഉപദ്രവിക്കുക? എങ്ങനെയാണ് തിന്മ വരിക? എങ്ങനെയാണ് ശിക്ഷ വരിക എന്നുള്ള ഭയം, അത് യഥാർത്ഥത്തിൽ അത്തരമുള്ള ഭയപ്പാട് അള്ളാഹിനെ കുറിച്ച് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെയല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭയപ്പാടൊന്നും അങ്ങോട്ട് വഴിതെറ്റിയപ്പോൾ അവിടെ ശിർക്ക് കടന്നു വന്നു. പ്രതീക്ഷ, റജാഇ എന്ന് പറയുന്നത് നമുക്ക് നന്മ വരുത്താൻ, നമുക്ക് ഗുണം ലഭിക്കാൻ അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. ഓരോ നമസ്കാര ശേഷവും ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, നീ നൽകുന്നതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തടുത്തതിനെ നൽകാൻ ഒരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, വളരെ കൃത്യമായി ഉപദേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും വിചാരിച്ചാലും അതിനെ തടുക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല നിനക്കൊരു കാര്യം തടഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിചാരിച്ചാലും നിനക്കത് നൽകാനും സാധ്യമല്ല. ഇത് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്താ എനിക്കും നിങ്ങൾക്കുമുള്ള വിശ്വാസം? മരിച്ചുപോയ, മരണപ്പെട്ടു പോയ ആളുകൾ, ആ ആളുകൾ ഈ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും അവർ തങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് മക്കളില്ലാത്തവർ പുത്തമ്പള്ളിയിലേക്ക് പോകുന്നു, കടമുള്ളവർ ഏതെങ്കിലും മക്ബറയിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? കടം വീട്ടാൻ വേണ്ടി. എങ്ങനെ കടം വീട്ടുന്നത്? അവിടുന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ നോട്ടിൻ കെട്ടെടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് ഈ ആളെ സഹായിക്കാനോ? അല്ല. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന മക്ബറയിൽ ഇന്ന മഹാന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവർ എന്റെ കടം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും, അവർ എനിക്ക്
മക്കൾ നൽകും, അവരെനിക്ക് നല്ല വാഹനം നൽകും, അവരെനിക്ക് നല്ല വീട് വെച്ച് നൽകും, അവരെന്റെ അസുഖം സുഖപ്പെടുത്തി തരും എന്നിങ്ങനെയുള്ള വിശ്വാസം കടന്നു വരുമ്പോ ആ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും മാർഗം വ്യക്തമല്ലാത്ത വിധത്തിലുള്ള പ്രതീക്ഷയാകുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകേണ്ടുന്ന പ്രതീക്ഷയാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭ്യമാകേണ്ടുന്ന പ്രതീക്ഷ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ലഭിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി കഴിഞ്ഞു, അത് തൗഹീദിന്റെ ഘടകവിരുദ്ധമായി കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സൂക്ഷ്മതയോടുകൂടി ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും കാണേണ്ടതുണ്ട്. പ്രതീക്ഷ എന്നതും മഹബത്ത് എന്നതും അതേപോലെ തന്നെ ഖൗഫ് എന്നതും ഈ മൂന്ന് കാര്യങ്ങൾ ഇബാദത്തിന്റെ പിന്നെ റുക്നുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം, വയഅബ്ദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യളുറുഹും വലാ യൻഫഉഹും, നിങ്ങൾക്ക് ഉപകാരമോ നിങ്ങൾക്ക് ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അല്ലാഹുവിന് പുറമെയുള്ളവരോട് അവർ ഇബാദത്ത് ചെയ്യുന്നു എന്നിട്ട് അവർ പറയുന്ന ന്യായീകരണം എന്താ? വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശഫാഅത്ത് നടത്തുന്നവരാണ് എന്നാണ്. നിങ്ങൾ ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കുമ്പോൾ ലോക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും, ഏത് കാലഘട്ടത്തിലും ശിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടുന്ന, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷയുള്ള, അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുൽ ചെയ്യുന്ന ഏതൊരാളെ കുറിച്ചും ഞാനും നിങ്ങളും അവരുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അവരുടെ വിശ്വാസം അത് തെറ്റല്ല എന്ന് പറയാൻ ചില ന്യായീകരണങ്ങൾ അവർ കണ്ടെത്തുന്നതായി കാണുവാൻ സാധിക്കും. ഏത് വിഭാഗവും അങ്ങനെയാണ്, എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനു മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ജനതയിലെ വിശ്വാസവും വിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളുകൾ പറഞ്ഞു, ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇവർ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്നാണ്. യുഖർരിബൂന ഇലല്ലാഹി സുൽഫ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മഹാന്മാരെ വിളിച്ചുകൊണ്ട് തേടുന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. വേറെ ചില ആളുകൾ പറഞ്ഞു, മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടത്, അതുകൊണ്ട് ഞങ്ങളും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ചില ആളുകൾ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആ കാലഘട്ടം കഴിഞ്ഞപ്പോ പോകുന്നത്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനാണ് നാം ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് നാം ഭയപ്പെടേണ്ടത്, അള്ളാഹുവിൽ നിന്നാണ് നാം പ്രതീക്ഷ ഉണ്ടാവേണ്ടത് എന്ന് ഞാനും നിങ്ങളും പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് എന്റെയോ നിങ്ങളുടെ ചിന്തയല്ല, നമ്മുടെ കണ്ടെത്തലുകളല്ല, നമ്മുടെ ഭാവനയിൽ നിന്ന് ഉത്ഭൂതമായി വന്നതല്ല, പാരമ്പര്യമായി എനിക്കും നിങ്ങൾക്കും ലഭ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമല്ല. നേരെ മറിച്ച് ഈ വസ്തുത നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതും ഉൾക്കൊള്ളുന്നതും കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്താ ഇതിന്റെ പ്രത്യേകത? ആ പറഞ്ഞത് 100% സത്യമാണ്. എങ്ങനെയാണ് സത്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ, മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു തന്ന വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിലൂടെയാണ് റസൂലുള്ള പഠിപ്പിച്ച ദീൻ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. ആ ദീൻ കൃത്യമാണ്, ആ പ്രമാണം കൃത്യമാണ്, ആ പ്രമാണത്തിന്റെ പ്രത്യേകത അത് ദൈവീകമാണ് എന്നതിന് അതിന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. അതാണ് കാരണം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല, അനുവദിച്ചതായി വിശുദ്ധ ഖുർആനിൽ ഇല്ല. ഇബ്രാഹിം നബിയോട് ശഫാഅത്തിന് വേണ്ടി തേടാൻ പാടില്ല. ഇബ്രാഹിം നബി മരണശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇബ്രാഹിം നബിക്ക് സാധിക്കില്ല.
മുഹ്യിദ്ദീൻ ഷെയ്ഖിന് സാധിക്കില്ല, മമ്പുറം തങ്ങന്മാർക്ക് സാധിക്കില്ല, റിഫായി ഷെയ്ഖിന് സാധിക്കില്ല. അങ്ങനെ മരിച്ചുപോയ ഒരു മഹാത്മാക്കൾക്കും ഇനി ഏതെങ്കിലും മലക്കുകൾക്ക് സാധിക്കുമോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിക്ക് സാധിക്കുമോ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ? മീകായിലിന് സാധിക്കുമോ? മലക്കൽ മൗത്തിന് സാധിക്കുമോ? ഇല്ല, സാധിക്കുകയില്ല. എന്തുകൊണ്ടാ സാധിക്കുകയില്ല എന്ന് പറയുന്നത്? അങ്ങനെ സാധിക്കുമെന്നോ ആ സാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാമെന്നോ ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. ഇതാണ് അടിസ്ഥാനം. നമുക്ക് സംഭവിച്ചു പോയ ഒരു വലിയ അപാകത എന്താ? നിങ്ങള് മദ്രസകളിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോ ഈമാൻ കാര്യങ്ങൾ പഠിച്ചു. അള്ളാഹുവിന്റെ വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അതിങ്ങനെ തർത്തീബ് അനുസരിച്ച് കാണാതെ പഠിച്ചു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തർത്തീബ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? എന്താ അമ്പിയാക്കളിലുള്ള വിശ്വാസം, എന്താ വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം? ഇത് രണ്ടും വലിയ ഗൗരവമുള്ള സംഗതിയാ. എന്തിനാ ഇത് രണ്ടും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കിയത്? അതേപോലെ തന്നെ മലക്കുകളുടെ വിശ്വാസം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ വിവരം എത്തിച്ചിരിക്കുന്നത്, അറിയിച്ചു കൊടുത്തിരിക്കുന്നത് മലക്കുകൾക്കാണ്, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. എന്തിനു വേണ്ടി? അത് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് കാലാകാലം നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ് വേദഗ്രന്ഥങ്ങളിലെ അവസാന പ്രതിയായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാമയിലൂടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയത്. എന്താ ഇത് മൂന്നിന്റെയും പ്രത്യേകത? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേദഗ്രന്ഥത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊക്കെ എത്തിച്ചുവോ, അള്ളാഹുവിൽ നിന്ന് എന്തൊക്കെ എത്തിച്ചുവോ അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഞാനും നിങ്ങളും അനുസരിക്കണം, ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. ഇല്ല, കഴിഞ്ഞില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി. നിങ്ങൾ ഇത്തബിഉ പിൻപറ്റണം, മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. ഞാൻ ഈ പറയാൻ കാരണം എന്താ? നമുക്ക് പലപ്പോഴും സംശയ തൗഹീദും ശിർക്കും തമ്മിലുള്ള സംശയം. തൗഹീദും ശിർക്കും തമ്മിലുള്ള സംശയം എന്താ? മഹാന്മാരെ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നല്ലേ ചോദിക്കുന്നത്? നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടി ആ ഒരു വിശ്വാസം, കൊടുത്ത കഴിവിൽ നിന്നല്ലേ. ഇലാഹ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതിയല്ലോ, അള്ളാഹു എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതിയല്ലോ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അള്ളയല്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇലാഹല്ല. എന്നാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിന് അള്ളാഹ് കൊടുത്തിരിക്കുന്ന കഴിവ് ഉണ്ട്. അതിൽ നിന്ന് ചോദിച്ചാൽ ആരാ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് അദൃശ്യ സൃഷ്ടികളായ മലക്കുകൾ, അദൃശ്യ സൃഷ്ടികളായ ജിന്നുകൾ. ഈ രണ്ട് സൃഷ്ടികൾ, ആ സൃഷ്ടികളിൽ നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കണം. എന്തുകൊണ്ട്? മാറ്റിവെക്കണം. എന്തുകൊണ്ടാണ് വിശ്വസിക്കണം എന്ന് പറയുന്നത്? വിശ്വസിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു, റസൂലുള്ളാഹി പഠിപ്പിച്ചു. മലക്കുകളുടെ വിശ്വാസം വിശ്വാസത്തിന്റെ ഭാഗമാണ്. ജിന്നുകളിലുള്ള വിശ്വാസം ഖുർആൻ പറഞ്ഞിരിക്കുന്നതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നതാണ്. അതിൽ ഏതൊക്കെ മലക്കുകളുണ്ട്? ചിലതൊക്കെ അല്ലാഹു തആലയും റസൂലും നമുക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെ ജിന്നുകളുണ്ട്? ചിലതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അവർക്ക് എന്തൊക്കെ കഴിവുണ്ട്? ചില കാര്യങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞു തന്നു. ചില മലക്കുകളുടെ ജോലി ഇന്നതായിരിക്കും എന്ന് റസൂലുള്ളാഹിയും ഖുർആനും പറഞ്ഞു തന്നു. പറയാത്തത് ഒരുപാടുണ്ട്. അതിൽ പറഞ്ഞത് മാത്രമേ എനിക്കും നിങ്ങൾക്കും അറിയുകയുള്ളൂ, പറയാത്തത് എനിക്കും നിങ്ങൾക്കും അറിയുകയില്ല. അതേപോലെ തന്നെ ജിന്നുകൾ, ആ ജിന്നുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നിഷേധികളായ പിശാചുക്കളുണ്ട്. അള്ളാഹുവിനനുസരിക്കുന്ന, പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്ന ജിന്നുകളുമുണ്ട്. എന്താ വിശ്വസിക്കാനുള്ള കാരണം? അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു എന്നതാണ് അതിന്റെ കാരണം, അതിനപ്പുറം മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഈ സൃഷ്ടികളെ കുറിച്ച് ഞാനോ നിങ്ങളോ കണ്ടിട്ടുണ്ടോ? ഈ പള്ളിയിൽ എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട്? ആ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു സൃഷ്ടിയും മലക്ക് വർഗത്തിൽപ്പെട്ട ഒരു സൃഷ്ടിയും ഉണ്ട്. ഈമാന്റെ ഭാഗം ഞാൻ ഈ പറയുന്നത്, സ്വന്തം ബുദ്ധി കൊണ്ട് പറയുന്നതല്ല. ബുദ്ധിയല്ല ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ മാനദണ്ഡം.
അത് പ്രമാണമാണ്. എന്നാൽ ഞാനും നിങ്ങളും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നോക്കിയാൽ ഈ പള്ളിയുടെ സർവ്വ കവാടങ്ങളും അടച്ചിട്ട് ഒന്ന് അരിച്ചു പെറുക്കി ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജിന്നിനെയോ ഏതെങ്കിലും ഒരു മലക്കിനെയോ എനിക്കോ നിങ്ങൾക്കോ കിട്ടുമോ? കിട്ടൂല, കിട്ടൂല, അസാധ്യം. ഇതൊരു വെറുമർത്താനല്ല. ഒരു ശാസ്ത്രീയ രംഗത്തിൽ ഇന്ന് കാണാത്ത ഒരുപക്ഷെ നാളെ കണ്ടെത്തും. എന്നാൽ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി പറയും, ഖുർആൻ പറഞ്ഞതാ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും. ഇബ്ലീസും അവന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത വിധത്തിൽ. കാണാൻ കഴിയൂല അല്ലേ? ഇത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ഏതെങ്കിലും ഒരു ഭൗതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മളതിൽ വിശ്വസിക്കുന്നത്? ഒറ്റ കാരണം, അള്ളാഹ് പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, നിങ്ങളുടെ കൂടെ ജിന്ന് വർഗത്തിൽപ്പെട്ടതും മലക്ക് വർഗത്തിൽപ്പെട്ട ഖരീനുണ്ട്. ആയിഷ ബീബി ചോദിച്ചു, അല്ല റസൂലേ, താങ്കളുടെ കൂടെയും ഉണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ കൂടെയും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ഖരീനും എന്റെ കൂടെയുള്ള ഖരീനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്റെ കൂടെയുള്ള ഖരീനിന് എന്നെ പിഴപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള കഴിവ് അല്ലാഹു തആല അവന് കൊടുത്തിട്ടില്ല, അതിന് സാധിക്കൂല. എന്നാൽ നിങ്ങളുടെ കൂടെയൊക്കെയുള്ള ഖരീനിന് നിങ്ങളെ പിഴപ്പിക്കാൻ, വസ്വാസ് ഉണ്ടാക്കാൻ, നിങ്ങളെ കൊണ്ട് അതിഭീകരമായ ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ആ ശിർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആ ഖരീനിന് സാധിക്കും. ഹറാം ചെയ്യിപ്പിക്കാൻ ഖരീനിന് സാധിക്കും. നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വസ്വാസ് ഉണ്ടാക്കി അതിലേക്ക് പ്രേരിപ്പിച്ച് നിങ്ങളെ അത് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗം. എന്താ വിശ്വസിക്കാൻ കാരണം? ആവർത്തിക്കുന്നു, ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു, പ്രമാണത്തിൽ ഉള്ളത്. ഇത് തെറ്റിപ്പോയതാ മുസ്ലിം സമൂഹം തെറ്റിപ്പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിലേക്ക് നമ്മൾ വന്നില്ല. നമ്മുടെ കയ്യിൽ ഖുർആനും ഹദീസും ഉണ്ട്, കിതാബുണ്ട്. ഖുർആനിലേക്ക് ഹദീസിലേക്കാണ് മടങ്ങേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് അത് വെറും പറച്ചിലായി. അതിന്റെ സത്ത ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല. എന്നാൽ ഈ ഖരീനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചല്ലോ, അങ്ങനെ പലതും ഉണ്ട്. പല ജിന്നുകളെ കുറിച്ചും പല ശൈത്താന്മാരെ കുറിച്ചും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം പറയുകയാണെങ്കിൽ മണിക്കൂറോളം സമയം വേണ്ടി വരും. അതിന് മാത്രമുണ്ട്. മലക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കുടെ കൂടെ ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. ഹഫളത്തിന്റെ മലക്കുകൾ, നിങ്ങളെ രക്ഷിക്കുന്ന മലക്കുകൾ എന്നല്ലേ അതിന്റെ അർത്ഥം? വിശ്വസിക്കണം. ഓരോരുത്തരുടെയും കൂടെ ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ട കാര്യമാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടോ, എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ശരി, ഇനി ഞാനും നിങ്ങളൊന്ന് ആലോചിക്കുക. മൊയ്യീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. എന്താ, മൊയ്യീദ്ദീൻ ശൈഖ് മഹാൻ അല്ലാത്തത് കൊണ്ടാണോ? അല്ല, അദ്ദേഹം മഹാനാണ്. അങ്ങനെ ആള് ജീവിക്കാത്തത് കൊണ്ടാണോ? അല്ല, ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. മരണപ്പെട്ടവരോട് വിളിച്ചാൽ എന്താ, കേൾക്കൂലേ? കേൾക്കൂല. എന്താ കാരണം? ഖുർആൻ പറഞ്ഞു, മരണപ്പെട്ടവരോട് വിളിച്ചാൽ നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാന്മാരുണ്ടല്ലോ, ലാത്ത പോലെയുള്ള മഹാന്മാർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലെയുള്ള മഹാന്മാർ, മമ്പറന്തങ്ങൾ പോലെയുള്ള മഹാന്മാർ, അവരോട് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. പഠിച്ചോ പറഞ്ഞോട്ടാ. അടുത്ത ന്യായീകരണം എന്താ? അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടില്ലേ? ആ കൊടുത്ത കഴിവിൽ നിന്നല്ലേ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ചോദ്യം. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര് പറയണം? അല്ലാഹ് പറയണം, അല്ലാഹുവിന്റെ റസൂല് പറയണം. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
ഞാനിത് പറയുന്നത് അറിയോ, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിൽ സംശയമുണ്ടോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിത് കേട്ട് 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 ശീലിച്ചതാ, മലിനപ്പെട്ടു പോയി. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ അവരോട് ചോദിക്കാത്തത്. അവർക്ക് കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണോ അവരോട് നമ്മൾ ചോദിക്കാത്തത്? ഒരു വശം ആ ഉത്തരം ശരിയായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാ ചോദിക്കാത്തത് അറിയോ? ചോദിക്കാനുള്ള അനുവാദം അല്ലാഹു തആല തന്നിട്ടില്ല. അങ്ങനെ ചോദിക്കാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഈ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏത് സഹായവും ആരിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ? ഇപ്പൊ ഞാൻ നിങ്ങളോട് 10,000 രൂപ കടം വാങ്ങുന്നു എങ്കിലും എന്റെ റജാൽ പോവേണ്ടത് പടച്ചോനിലേക്കാ. കാരണം അള്ളാഹുവിന്റെ നിശ്ചയവും അള്ളാഹുവിന്റെ ഖളാഇന്റെ ഖദറിന്റെ ഭാഗമായി അള്ളാഹിന്റെ ഇറാദത്തുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മശിയത്ത് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഇദ്ന് ഉണ്ടെങ്കിൽ, ഖുർആൻ പ്രയോഗിച്ച 3 വാക്കുകളാ, 3 അർത്ഥം, ഉദ്ദേശം, അനുമതി എന്നൊക്കെയാണ്. അതുണ്ടെങ്കിലേ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ആത്യന്തികമായിട്ട് ആരോടെ അപ്പൊ സഹായമുള്ളൂ? അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ മനുഷ്യർ, ഞാനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെതിരാകുമോ? എതിരാകുമെന്ന് ഇന്നൊരാളും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ന്യായീകരിക്കാൻ വേണ്ടി പ്രതിവാദങ്ങൾ നടത്താറുണ്ട് എന്നല്ലാതെ. പക്ഷെ എന്തുകൊണ്ടാ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോ അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് എതിരാവാത്തത്? നമ്മൾ എന്താ നേരെ പറയാ, അത് പരസ്പരം അങ്ങോട്ടും കൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ചോദിക്കാൻ നമുക്ക് കഴിയും, തരാൻ ഓർക്കും കഴിയും. അപ്പോ പരസ്പരം കഴിവുള്ളത് കൊണ്ടാണ്. ശരിയാണ്. എന്നാൽ അതാണോ ആത്യന്തികമായിട്ടുള്ളത്? അല്ല. ആത്യന്തികമായി ഇങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നതിനും സഹായം ചോദിക്കുന്നതിനുമുള്ള അനുവാദം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഖുർആനിന്റെ ഉത്തരാട്ടോ ഞാൻ ഈ പറയുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇത് പൂർണ്ണമാക്കി മനസ്സിലാക്കിയാൽ മതി. വിശ്വാസികളോടാ പറയുന്നത്, നന്മയുടെയും പുണ്യത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. എന്നാൽ ഒരു വിശ്വാസിക്ക് തിന്മയുടെയോ പാപത്തിന്റെയോ വിഷയം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. അതിന് അള്ളാഹ് അനുവാദം തന്നിട്ടില്ല. അല്ലാഹു തആല അനുവാദം തന്നിട്ടില്ല. അനുവാദം തന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുവാദം തന്നിരിക്കുന്ന വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാം. പറഞ്ഞതിന്റെ ചുരുക്കം, പ്രധാനപ്പെട്ട ഭാഗം, ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന ഭാഗം, അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് എതിരാവാതിരിക്കാനുള്ള കാരണം അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അതിന് അനുവാദം തന്നിരിക്കുന്നു. അതാണ് കാരണം, കഴിവല്ല കാരണം. ശരി, ഇനി ഞാൻ നിങ്ങൾ ആലോചിക്കാം, എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കാൻ പിശാചുക്കൾക്ക് സാധിക്കും. അത് എന്റെ തൊള്ളപ്പുട്ടല്ല, നേരെ മറിച്ച് ഖുർആനിന്റെ ഹദീസിന്റെ ആകാശ ലോകത്ത് നിന്നും റസൂലുള്ളാഹിയിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭ്യമായ ഇൽമാണ്, അറിവാണ്. പിശാചിനെ എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കാം. ഏതൊക്കെ രീതിയിൽ? അവന് കഴിയുന്ന വിധത്തിലൊക്കെ ഉപദ്രവിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പറഞ്ഞത് വസ്വാസ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ആ വസ്വാസ് എത്രത്തോളം എത്തും? അവന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തെ തടുക്കാൻ വരെ ആ വസ്വാസ് കൊണ്ട് പറ്റും അവന്. ആ പിശാച്ച് അതിന് കഴിവുണ്ട്. പിശാച്ചിന് അതിന് കഴിവുണ്ട്. അല്ലാഹുവിന്റെ കഴിവാ, അല്ലാതെ സ്വയം കഴിവുണ്ടോ? ഈ ലോകത്ത് ഒരു സൃഷ്ടിക്കും ഒരു കഴിവും അള്ളാഹ് കൊടുക്കാത്തതില്ല.
പ്രപഞ്ചത്തിലെ മുഴുവൻ, കാരണം അള്ളാഹു ആണ് സൃഷ്ടാവ്, ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാ. ഈ ഗാലക്സിയിൽപ്പെട്ട കാണുന്നതും കാണാത്തതുമായ കോടാനുകോടി സൃഷ്ടികൾ ഒക്കെ പടച്ചോന്റെ സൃഷ്ടികളാ. ആ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു തആല ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കൊടുത്ത സൃഷ്ടിയോടൊക്കെ എനിക്കും നിങ്ങൾക്കും ചോദിക്കാം എന്നതാണോ വാദം? പറഞ്ഞു അവിടെ എത്തിപ്പോ മുസ്ലിം സമൂഹം ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാവില്ല. ഈ വിശുദ്ധ റമളാനിൽ നടത്തിയ ആ വാദം അത് ശിർക്കാകും എന്ന് പറഞ്ഞത് വലിയ അപരാധം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. അത് പറഞ്ഞത് വലിയ അപരാധം. ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് അപരാധമല്ല. എന്താണ് വെല്ലുവിളി? ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യം അത് അനുവദിക്കപ്പെട്ടതോ അനുവദിക്കപ്പെടാത്തതോ ആവട്ടെ, ആ സൃഷ്ടിയോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. അത് ശിർക്കാകും എന്ന് തെളിയിക്കുന്ന ഒരായത്തോ ഒരു ഹദീസോ അഹ്ലുസുന്നയുടെ സലഫുസ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ ഒരു ഇബാറത്തോ ഉദ്ധരിച്ചാൽ 10 ലക്ഷം സ്വത്ത് വിറ്റ് തരാം. ഇതാ വെല്ലുവിളി. മനസ്സിലായ നിങ്ങൾക്ക്? 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം അവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നുവരെ പറയാത്ത ആ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു. ആ രസം, ഒരു സൃഷ്ടിക്ക് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം നിർത്തിയില്ല, അനുവദിച്ചതോ അനുവദിക്കാത്തതോ ആവട്ടെ. യഥാർത്ഥത്തിൽ ഖുർആൻ പോലും മനുഷ്യന്മാര് പരസ്പരം, സൃഷ്ടികളല്ല മനുഷ്യന്മാര് പരസ്പരം ചോദിക്കാൻ അല്ലാഹു തആല അനുവാദം തന്നിട്ടുള്ളത് ഏത് വിഷയത്തിലാ? ബിർറും തഖ്വയുടെയും വിഷയത്തിലാ. ഇസ്മും ഉദ്വാനും ഉണ്ടാവുന്ന വിഷയത്തിലല്ല. അതിനുള്ള ഇഖ്തിയാറേ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളൂ. ചോദിക്കാം എന്ന അനുവാദം കൊടുത്തിട്ടില്ല, ഇഖ്തിയാർ കൊടുത്തു. നിഷിദ്ധമായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഇഖ്തിയാർ കൊടുത്തു. പക്ഷേ അനുവാദമല്ല. അനുവാദം ബിർറും തഖ്വയും ഉള്ള വിഷയത്തിലാണ് പടച്ചോൻ അനുവാദം ഉള്ളത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു എന്നാ മറ്റേത് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താ? ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെട്ടു സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. അല്ലാത്തതൊക്കെ സൃഷ്ടിയാ. അള്ള മാത്രമേ സൃഷ്ടാവുള്ളൂ. ഖാലിഖു, അള്ളയാണ് ഖാലിഖ്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അതല്ലേ? ബാക്കിയുള്ളതൊക്കെ എന്താ? സൃഷ്ടികളാ. ആ സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൽ അള്ള നൽകാത്ത ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടോ? ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ള കൊടുക്കാത്ത കഴിവ് ഇല്ല. സൂര്യൻ, അതിന്റെ വെളിച്ചം വരാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തത് മനുഷ്യർക്കോ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കൾക്കൊക്കെ. ചന്ദ്രൻ, മഴ, വായു, കാറ്റ്, ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ പോലും അവർക്ക് അല്ലാഹു തആല ചില കഴിവ് കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലുള്ളതിനെ കുറിച്ച് പടച്ചോൻ പറഞ്ഞു, ഖലഖലകും മാ ഫിൽ അർളി ജമിഅ. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്, അല്ലേ? ഉപയോഗിച്ചു കഴിഞ്ഞ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കള് മണ്ണിൽ കൊണ്ടുപോയിട്ടാൽ അതിനെ മണ്ണിനോട് ലയിപ്പിക്കുന്ന പ്രക്രിയക്ക് കാരണക്കാരായ ഒട്ടനവധി അതിസൂക്ഷ്മ ജീവികളുണ്ട്. ആ ജീവികളെ പോലും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പറഞ്ഞതിന്റെ അപകടത്തെ ഇതിലേതെങ്കിലും ഒന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അതെന്തല്ല? ശിർക്കല്ല. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ നിങ്ങള്? ഇത് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന, ആ മനുഷ്യനോടൊപ്പം ദഅവാരംഗത്ത് പ്രവർത്തിക്കുന്ന ആ മനുഷ്യന്റെ സുഹൃത്തുക്കൾ, ദഅവാരംഗത്ത് ഉജ്ജ്വലമായ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെത് കേട്ടിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ, ഇതിലേതെങ്കിലും ഒന്ന് അരുത് കാട്ടാള എന്ന് പറയാൻ വന്നില്ല. അതാണ് അത്ഭുതം. വെറുതെ അല്ലട്ടോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാ. എന്താ കാരണം? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്.
സത്യത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപദേശം. അംറും ബിൽ മഅറൂഫ് ഉണ്ടല്ലോ, വൽതകും മിൻകും ഉമ്മ യദഊന ഇലൽ ഖൈർ വയമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂന, ഓൽക്ക വിജയം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ശിർക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ കടന്നു വരാൻ. ശിർക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ കടന്നു വരാൻ നാവുകൊണ്ട് പ്രാർത്ഥിക്കണ വാചകം ഉച്ചരിക്കണമെന്നില്ല. നാവുകൊണ്ട് ഇങ്ങനെ ജിന്നെ സഹായിക്കണേ, മലക്കേ രക്ഷിക്കണേ, മൊയ്യദീശേ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, മമ്പറന്തങ്ങളെ മക്കളെ തരണേ എന്ന് പറയണമെന്നില്ല. എങ്കിലേ ശിർക്ക് വരൂ എന്നില്ല. അത് പറഞ്ഞാലോ, അത് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ശിർക്ക് രണ്ട് വിധത്തിലാ വരിക. ഒന്ന് അവന്റെ വിശ്വാസത്തില്, മറ്റൊന്ന് അവന്റെ കർമ്മത്തിൽ. അപ്പോ ഇത് വിശ്വസിച്ചുകൊണ്ട് വൈദ്യശയെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ വഴി കാണിച്ചു തരണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിലും ശിർക്ക് വന്നു, അവന്റെ കർമ്മത്തിലും ശിർക്ക് വന്നു. ഇനി ഒരാൾ പറഞ്ഞില്ല, വൈദ്യശയെ കാക്കണേ എന്ന ഒരു പ്രതീക്ഷ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായി. ഒരു പ്രതീക്ഷ, മൊയ്യദ്ദീൻ കാക്കും, അതിനല്ലോ മൊയ്തീൻ ഷെയ്ഖിന്റെ ത്വരീഖത്ത് സ്വീകരിച്ചാൽ മതിയല്ലോ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഷെയ്ഖ് അവറുകൾ പറയുന്ന അവൻ എന്റെ ത്വരീഖത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഓനൊന്നും ചെയ്യണ്ട. ഇതൊരു വിശ്വാസല്ലേ, ഒരു പ്രതീക്ഷ അല്ലേ കൂട്ടരേത്? ഒരു പ്രതീക്ഷ അല്ലേ? ഈ മക്ബറിലേക്കും ജാറത്തിലേക്കൊക്കെ പോകുന്ന മനുഷ്യന്മാർക്കുള്ള പ്രേരണ എന്താ? റജാണ്, പ്രതീക്ഷ. അവിടെ പോയാൽ കുട്ടികളെ കിട്ടും, ഇവിടെ പോയാൽ കടം മാറും, അപ്പുറത്ത് പോയാൽ കച്ചവടം ശരിയാകും, അങ്ങനെ അങ്ങോട്ട് പോയാൽ നല്ല കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ കേന്ദ്രങ്ങളാണല്ലോ. ആ കേന്ദ്രങ്ങളിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം റജ ആണ്, പ്രതീക്ഷയാണ്. അതിനെ കുറ്റം പറയാൻ പാടില്ല, കാരണം അവളെ കുരുത്തക്കേട് തട്ടും എന്ന ഭയമാണ്. മരുഭൂമിയിലെ വഴി അറിയാതെ പോകുന്ന മനുഷ്യൻ, എനിക്ക് വഴി കാണിച്ചു തരാനുള്ള ഒരു ജിന്ന് ഉണ്ടായേക്കാം എന്നൊരു വിശ്വാസം വരുമ്പോ പ്രതീക്ഷ അവിടെ വന്നു. ആ പ്രതീക്ഷ തന്നെയാണ് ശിർക്ക്. ഇത് മനസ്സിലാക്കാൻ എന്താ ഇത്ര പ്രയാസം? അവിടുന്നൊക്കെ വിട്ടുമ്പോ. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു, നേരത്തെ ജിന്നുണ്ടെങ്കിൽ ഉണ്ടായേക്കാം എന്നൊക്കെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഒരു സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് അനുവദിക്കപ്പെട്ടാണെങ്കിലും ശരി, അനുവദിക്കപ്പെട്ടില്ലെങ്കിലും ശരി. എന്താണ് അപ്പൊ പറഞ്ഞതിനർത്ഥം? ജിന്നെ എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ വേണ്ട, എളുപ്പത്തിൽ ഇനിയിപ്പോ കൊടുത്ത കഴിവും തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാലോ. പിശാചിനെ നമ്മളെ വസ്വാസാക്കാൻ കഴിയുമല്ലോ, അതിനൊരാൾക്ക് സംശയമില്ലല്ലോ. വസ്വാസാക്കാൻ പിശാചിന് കഴിയൂലേ? അപ്പൊ പിശാചിനോട് പറയാണ് ഔദു ബിശ്ശൈത്താൻ, ഞാൻ പിശാചിനോട് രക്ഷ, ഔദു ബില്ലല്ല കേട്ടോ, ഔദു ബിശ്ശൈത്താനി മിനൽ വസ്വസ ഇതാവട്ടെ, പിശാചിന്റെ വസ്വാസിൽ നിന്നും ഞാൻ പിശാചിനോട് രക്ഷ തേടുന്നു. പിശാചിന് കഴിയേ. കാരണം എന്താ? ഹദീസിൽ കാണാൻ നമുക്ക് ഇബ്ലീസിന്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലാ. റസൂലുള്ളാഹിന്റെ വാക്കാട്ടോ ഞാനീ പറയുന്നത്. ഓരോ ദിവസത്തിലും മറ്റു പിശാചുക്കൾ, ശയാത്തീനുകൾ ഈ ഇബ്ലീസിന്റെ അടുക്കൽ വരും. എന്നിട്ട് ഇബ്ലീസ് ചോദിക്കും, നീ ആരെ എന്താ പഴപ്പിച്ചത്? ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും, ഓല് പഴപ്പിച്ചത്. ചില ആള് ഓനെ കള്ളുടിപ്പിച്ചു, ചില ആള് ഓനെ കൊണ്ട് കളവ് ചെയ്യിപ്പിച്ചു, വേറൊരാള് പറയും ഞാന് ഇന്ന ഇന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിച്ചു. അപ്പോ ഇബ്ലീസ് പറയാം, വാ വാ വാ, ഇജാണിന്റെ ഏറ്റവും അടുത്താണ് എന്ന് പറഞ്ഞ് ഓനെ അടിപ്പിക്കുന്ന കൊടുത്ത കഴിവാട്ടത്. ഞാൻ അതിനു വേണ്ടി അത് പറഞ്ഞത്. ഈ മറ്റൊന്നും എന്ത് ചെയ്യണ്ട, നമ്മളെ മറിച്ച് മറ്റോ ഇതൊക്കെ കണക്കാം. കാരണം നമുക്ക് ഇതൊക്കെ ശിർക്കാകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ അറിയോ? ഇബ്ലീസ് അല്ലെങ്കിൽ പിശാച് വസ്വാസം ഉണ്ടാക്കും, നരകത്തിലേക്ക് എത്തിക്കുന്ന അത്തരം പ്രവൃത്തി ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് പിശാചിനോട് അതിനെ തൊട്ട് ചോദിച്ചാൽ അത് ശിർക്കാകും എന്ന് പറയാനുള്ള കാരണം അതിനുള്ള അനുമതി അല്ലാഹ് തന്നിട്ടില്ല. അതാണ് ബേസ്.
അല്ലാഹു തആല അതിന് അനുവാദം തന്നിട്ടില്ല. അല്ലെങ്കിൽ അല്ലാഹു തആല അതിനുവേണ്ടി പിശാചിനെ, ഇബ്ലീസിനെ നിശ്ചയിച്ചു എന്ന് നമ്മൾ അറിയിച്ചിട്ടില്ല. ഏതുപോലെ മനുഷ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിലൂടെ അറിയിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തന്നതു അത് ഖുർആൻ പറയുകയും ചെയ്തു. അല്ലെ? മൂസാ നബി രണ്ടാൾ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയപ്പോ മൂസാ നബിനോട് ഇസ്തിഗാസ നടത്തിയില്ലേ? സഹായിക്കാൻ വേണ്ടിയിട്ട് കിബിത്തിക്കാരിൽപ്പെട്ട മനുഷ്യനെതിരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എത്ര ആളുടെ സഹായം തേടി? മനുഷ്യന്മാരുടെ. ഇതിന് തുടക്കത്തിൽ ചില 4 ഷർത്തില് ഹയ്യും മാങ്ങറും ഖാദറും മുസ്ലിമും പറഞ്ഞിരുന്നു. പിന്നെ മുസ്ലിമിനെ എല്ലാം ഡിലൈറ്റ് ചെയ്തു. കാരണം അത് പറ്റൂലെന്ന് അവർക്ക് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം ചോദിക്കുകയും അനുഭവിക്കുകയും നൽകുകയും ചെയ്യുന്ന വിഷയത്തില് വർഗീയത കൊണ്ടുവന്നിട്ടുണ്ടോ? അതും ഇക്കാലത്ത് ഏറ്റവും വർഗീയത തുളുമ്പി നിൽക്കുന്ന കാലഘട്ട നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി യുദ്ധത്തിൽ ജൂതന്മാരല്ല നസാറാക്കളെ സഹായം തേടിയില്ലേ? സഹായം നബി സ്വീകരിച്ചില്ലേ? ജൂതന്മാരുടെ സഹായം സ്വീകരിച്ചില്ലേ? നബി തൊട്ട അയൽവാസിയായ ജൂതന്റെ സഹായം സ്വീകരിച്ചില്ലേ? ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം അനുവദിക്കപ്പെട്ടതിൽ നിന്നും സ്വല്പം നീണ്ടു, ക്ഷമിക്കുക. ഇത് റെക്കോർഡ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ആ വിഷയം പൂർത്തിയാവട്ടെ എന്ന് വിചാരിച്ച് നീട്ടിയതാണ്. ഇബാദത്തിന്റെ 3 റുക്നുകളാണ്: മഹബ്ബത്ത്, റജാ, പിന്നെ ഖൗഫ്. ഈ 3 റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവരിലേക്ക് തെന്നിമാറിപ്പോയാൽ അത് ശിർക്കായി മാറി. ഈ 3 കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ഇബാദത്തിന്റെ ഭാഗം ഉണ്ടായാൽ അള്ളാഹുവിലേക്കുള്ള തൗഹീദായി മാറി. മറ്റൊന്ന്, ഈ 3 കാര്യങ്ങളും നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമായി അനിവാര്യമായും ഉണ്ടായിരിക്കണം. പടച്ചോനുള്ള ഇഷ്ടമായിരിക്കണം ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പടച്ചോനുള്ള ഇഷ്ടമായിരിക്കണം നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രേരണ. നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന പ്രതീക്ഷയായിരിക്കണം എനിക്കും നിങ്ങൾക്കും. അള്ളാഹുവിന്റെ വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷ കിട്ടും എന്ന ഭയപ്പാടായിരിക്കണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ തുളുമ്പി നിൽക്കണം, നിറഞ്ഞു നിൽക്കണം. അപ്പോഴാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, നീ അള്ളാഹിനെ കാണുന്നത് പോലെ. നീ പടച്ചോനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു തആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇഹ്സാൻ, ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിപ്പിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ കൊണ്ട് എന്താണ് ഇഹ്സാൻ എന്ന് പറയിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിനും അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, അത് ജിബ്രീലാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രമാത്രം ചരിത്ര സംഭവങ്ങളും വസ്തുതകളും ഒക്കെ ഉണ്ടായിട്ട് സ്വല്പമൊന്നും ചിന്തിക്കാതെ, ഖുർആനിലേക്ക് മടങ്ങാൻ തയ്യാറാവാതെ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാതെ അഖ്ലാനിയത്ത് പ്രചരിപ്പിക്കുന്ന, ഇതാണ് ഏറ്റവും വലിയ അഖ്ലാനിയത്ത്. അല്ലേ? അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെന്താ ഇത്രയും കാലം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അള്ളാഹുവിലേക്കും റസൂലിലേക്കും അഥവാ ഖുർആനിലേക്കും സ്വഹീഹായ ഹദീസിലേക്കും മടങ്ങാൻ വേണ്ടിയാണ് ഈ ലോകത്തെ, ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയും പഠിപ്പിച്ചത്. നാളിതുവരെയും അതിലേക്കാണ് ദഅവത്ത് നടത്തിയത്. അത് പോയിട്ട് ഖുർആനില്ല, ഹദീസില്ല, സ്വന്തം ബുദ്ധി പോലും, തെളിഞ്ഞ ബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിഡ്ഢിത്തരം നിറഞ്ഞ ഇത്തരം വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോ അതിന് നേതൃത്വം നൽകുന്നവരെ, അതിനെ അനുകൂലിക്കുന്നവരെ, അതിന് പണം നൽകുന്നവരെ,
അതിനോട് സഹകരിക്കുന്നവരെ, നിസ്സംഗതയോടുകൂടി ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിഷ്ക്രിയത്വം ഭാവിക്കുന്നവരെ, പടച്ചവനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇതൊക്കെ കാണുന്ന, ഇതൊക്കെ അറിയുന്ന റബ്ബുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് തൗഹീദാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളും വൃഥാവിലായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, മുഹമ്മദ് നബിയെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ ബാത്തിലായി, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് തൗഹീദ് തന്നെയാണ്. ജീവിക്കുന്ന കാലഘട്ടം പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമാണ്. ജീവിതത്തിന്റെ സ്വന്തം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. ഒരു സംശയവുമില്ല. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ഭൗതികമായ പ്രവർത്തികൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുവേണ്ടി തൗഹീദ് നിർത്തിവെക്കരുത്, തൗഹീദിന്റെ പ്രബോധനം നിർത്തിവെക്കരുത്, തൗഹീദിന്റെ പ്രാധാന്യം കുറച്ചു കാണരുത്. റമളാനാണ് എന്നതുകൊണ്ട് ചുരുക്കം തൗഹീദും പറയാൻ പാടില്ല എന്ന പൈശാചിക നിലപാടിലേക്ക് പോകരുത്. ബദർ യുദ്ധം നടന്നത് റമളാൻ 17 എന്ന ചരിത്ര സത്യം നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ആത്യന്തിക വിജയം അത് പരലോക വിജയമാണ്. ഇവിടെ ഇത്ര കൊല്ലം ജീവിച്ചോളാം എന്ന് ആരോടും വാക്കുകൊടുത്തിട്ടില്ല. ഇത്ര സുഖങ്ങൾ സുഖത്തോടു കൂടി കഴിയാം എന്ന വാക്കുകൊടുത്തിട്ടില്ല. എത്ര കാലം ജീവിച്ചാലും അള്ളാന്റെ വിളിക്കുത്തരം നൽകി ഇവിടുന്ന് പോകുമ്പോ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവസാനമായി ഉച്ചരിക്കാൻ സാധിക്കേണ്ടത്. ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അല്ലാഹു എന്റെയും നിങ്ങളുടെയും പരലോക ജീവിതം സ്വർഗീയമാക്കി തരുമാറാവട്ടെ. നരകീയ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ഇബാദത്തുകളിൽ മുഴുകാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. തൗഹീദിന്റെ ഇസ്സത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രതാപത്തിന് വേണ്ടി പൊരുതാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള താക്കത്ത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ. മരണാനന്തരം അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. هذا الله أعلم. صلى الله على محمد. السلام عليكم ورحمة الله وبركاته.